نحكي بسم الله الرحمن الرحيم. الحمد لله رب العالمين. നമ്മളിപ്പോൾ ഈ കേട്ട ശബ്ദമില്ലേ, ഒരു കുഞ്ഞ് സംസാരിക്കുന്നത്, അത് ഹിന്ദ് റജബ് എന്ന പാലസ്തീൻ പെൺകുട്ടിയാണ്. 2024 ജനുവരി 29 6 വയസ്സുകാരിയായ അവളെ ഇസ്രായേൽ സേന കൊന്നുകളയുകയായിരുന്നു. US കൊളംബിയ സർവകലാശാലയിലെ ഇസ്രായേൽ വിരുദ്ധ പ്രതിഷേധക്കാർ യൂണിവേഴ്സിറ്റി ഹാളിന് ഈ കുഞ്ഞു രക്തസാക്ഷിയുടെ പേരിട്ടതോടെ വീണ്ടും ലോകം മുഴുവൻ ഹിന്ദ് റജബിന്റെ ജീവന് വേണ്ടിയുള്ള അവസാനത്തെ നിലവിളികളും ഇസ്രായേലിനോടുള്ള അമർഷവുമൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. US കൊളംബിയ സർവകലാശാലയ്ക്ക് ഐതിഹാസികമായ സമരചരിത്രമുണ്ട്. 1968 പൗരാവകാശ പ്രക്ഷോഭം, വിയറ്റ്നാം യുദ്ധവിരുദ്ധ പ്രക്ഷോഭത്തിന്റെയൊക്കെ പ്രധാന സമര കേന്ദ്രമായിരുന്നു കൊളംബിയ സർവകലാശാല. അവിടെ ഇപ്പോൾ വീണ്ടും ചരിത്രം പുനർജനിക്കുകയാണ്. ഇസ്രായേലുമായുള്ള ബന്ധം യൂണിവേഴ്സിറ്റികൾ പൂർണ്ണമായും അവസാനിപ്പിക്കണം, ഗസയിലെ വെടിനിർത്തൽ പ്രഖ്യാപിക്കണം എന്നതൊക്കെയാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. 1000-ഓളം കുട്ടികൾ അമേരിക്കയിൽ ഇതിനകം അറസ്റ്റിലായി കഴിഞ്ഞു. നദി മുതൽ സമുദ്രം വരെ എന്ന പലസ്തീൻ അനുകൂല പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ് ആ കുട്ടികൾ ഉയർത്തുന്നത്. ഹിന്ദ് റജബിന്റെ കഥ വീണ്ടും പറയുന്നത് പോലും നെഞ്ചു പിളർക്കുന്ന സങ്കടമുള്ള കാര്യമാണ്. ഗസയിലെ പടിഞ്ഞാറൻ പ്രദേശത്ത് നിന്നും എല്ലാവരോടും ഒഴിഞ്ഞു പോകാൻ വേണ്ടി ഇസ്രായേൽ സേന അന്തിമ ശ്വാസനം നൽകിയിരുന്നു. ഹിന്ദ് റജബിന്റെ അമ്മ നടന്നിട്ടാണ് നാട് വിടാൻ വേണ്ടി തീരുമാനിച്ചത്. ആ സമയത്ത് ഹിന്ദ് റജബിന്റെ അമ്മാവിന് ഒരു കാർ ഉണ്ടായിരുന്നു. അവർ കാറിൽ രക്ഷപ്പെടാൻ തീരുമാനിച്ചു. ആ കാറിൽ ഒരു സീറ്റ് ബാക്കിയുണ്ടായിരുന്നു. കുഞ്ഞായതുകൊണ്ട് അവളെ കാറിൽ വിടാൻ വേണ്ടി അവളുടെ അമ്മയും തീരുമാനിച്ചു. അമ്മാവനും അമ്മായിയും ഹിന്ദ് റജബ് അടക്കമുള്ള 6 കുട്ടികളുമാണ് ആ കാറിൽ കയറിപ്പോയത്. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ തന്നെ ഇസ്രായേലി ടാങ്കറുകൾ കാറ് വളഞ്ഞ് വെടിവെച്ചു. അമ്മാവന്റെ 15 വയസ്സുള്ള മകൾ ലയാനും ഹിന്ദ് റജബും ഒഴികെയുള്ളവർ അപ്പം തന്നെ വെടിവെപ്പിൽ മരിച്ചുപോയി. ആ 15 വയസ്സുള്ള കുട്ടി ലയാൻ പാലസ്തീൻ റെഡ് ക്രസന്റിന്റെ എമർജൻസി ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ഫോൺ വിളിച്ചു, സഹായം ചോദിച്ചു. ലയാൻ റെഡ് ക്രസന്റുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവളെയും ഇസ്രായേൽ സേന വെടിവെച്ച് കൊന്നുകളഞ്ഞു. അവളുടെ കരച്ചിലോട് കൂടി ആ ഫോൺ കട്ടായി. അത് കുറച്ച് കഴിഞ്ഞിട്ട് റെഡ് ക്രസന്റിന്റെ പ്രവർത്തകർ ആരെങ്കിലും ഈ കാറിൽ ജീവനോടെ ബാക്കിയുണ്ടോ എന്നറിയാൻ വേണ്ടി ഫോണിലേക്ക് തിരിച്ചു വിളിച്ചപ്പോൾ കുഞ്ഞു ഹിന്ദ് റജബ് കരഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് പേടിച്ച് കരഞ്ഞ് സഹായം അഭ്യർത്ഥിച്ച് രക്ഷിക്കണം എന്ന് പറഞ്ഞ് കരഞ്ഞു. ആ ഫോൺ കോൾ പിന്നീട് റെഡ് ക്രസന്റ് പുറത്തു വിട്ടു. സങ്കടകരമാണ്, പക്ഷെ നമുക്ക് ഒന്ന് കുറച്ച് കേൾക്കാം. الو مرحبا. الدبابة جنبي. انتم متخبيين؟ بالسيارة احنا جنبينا الدبابة. انتم جوا السيارة؟ വളരെ അടുത്താണ് ഇസ്രായേൽ ടാങ്കുകൾ. പേടിയാകുന്നു, എന്നെ രക്ഷിക്കാൻ പെട്ടെന്ന് വരൂ എന്നൊക്കെയാണ് ഈ കുഞ്ഞ് കരഞ്ഞുകൊണ്ട് പറയുന്നത്. അവളോട് സീറ്റിനടിയിൽ ഒളിച്ചിരിക്കാൻ വേണ്ടി റെഡ് ക്രസന്റ് പ്രവർത്തകർ പറയുന്നുണ്ട്. അവളുടെ പേടി കുറയ്ക്കാൻ വേണ്ടി അവൾക്ക് അവളുടെ ഉമ്മയെ കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫോണിൽ. അവളുടെ ഉമ്മ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സമാധാനം കിട്ടാൻ വേണ്ടി അവൾക്ക് അവസാന സമയത്ത് ഈ ഖുറാനൊക്കെ ഓതി കൊടുക്കുന്നുണ്ട്. ഹിന്ദ് റജബിനെ രക്ഷിക്കാൻ അവിടേക്ക് ആംബുലൻസ് അയക്കാൻ വേണ്ടി റെഡ് ക്രസന്റ് ഇസ്രായേൽ സേനയുടെ അനുമതി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തൊക്കെ മണിക്കൂറുകളോളം ഹിന്ദ് റജബിനോട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് അവർ അനുവാദത്തിനായി ശ്രമിച്ചു. അവസാനം 3 മണിക്കൂറിന് ശേഷം ഇസ്രായേൽ സേന അവർക്ക് അനുമതി കൊടുത്തു ആംബുലൻസ് വിടാൻ വേണ്ടി. ആംബുലൻസ് അവളെ രക്ഷപ്പെടുത്താൻ വേണ്ടി പുറപ്പെട്ടു. എന്നാൽ ഇസ്രായേൽ സേന അവളോടും അവളെ രക്ഷിക്കാൻ ചെന്ന ആംബുലൻസ് പ്രവർത്തകരോടുമൊക്കെ ചെയ്തത് മനുഷ്യരാരും ചെയ്യാത്ത കാര്യമാണ്. അല്ല, ഇസ്രായേലുകാർ മനുഷ്യരല്ലാതെ നമുക്ക് അറിയാവുന്നതാണ്. അവളെയും ആംബുലൻസ് ഡ്രൈവർമാരെയും ഒക്കെ അവർ കൊന്നുകളയുകയാണ് ചെയ്തത്. പിന്നീട് 12 ദിവസങ്ങൾക്ക് ശേഷമാണ് അവളുടെ മൃതദേഹം പോലും ഇവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. ആ കുഞ്ഞു രക്തസാക്ഷിയുടെ, അധീരയായ രക്തസാക്ഷിയുടെ പേരാണ് കൊളംബിയ യൂണിവേഴ്സിറ്റി ഹാളിന് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. വിദേശ ക്യാമ്പസുകൾ പ്രതിഷേധത്താൽ കത്തിയെരിയുകയാണ് അമേരിക്കയിൽ. എല്ലാ ക്യാമ്പസിലും പാലസ്തീൻ അനുകൂല ഇസ്രായേൽ വിരുദ്ധ സമരങ്ങൾ നടക്കുന്നു. ഏപ്രിൽ 18 മുതലാണ് സമരങ്ങളും അറസ്റ്റും ഒക്കെ അമേരിക്കൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ തുടങ്ങിയത്. ഒരു 900-ലേറെ പേർ അറസ്റ്റ് ചെയ്തു. 1000-ഓളം പേർ കുട്ടികൾ അറസ്റ്റിലായിട്ടുണ്ടെന്നാണ് ഔദ്യോഗിക വിവരം. ബോസ്റ്റണിലെ നോർത്ത് ഈസ്റ്റേൺ യൂണിവേഴ്സിറ്റി, സെന്റ് ലൂയിസിലെ വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റി, അരിസോണ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, ഇന്ത്യാന യൂണിവേഴ്സിറ്റി, യേൽ യൂണിവേഴ്സിറ്റി, ബ്രൗൺ യൂണിവേഴ്സിറ്റി, മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, MIT, കാലിഫോർണിയ സ്റ്റേറ്റ് പോളിടെക്നിക്, മിഷിഗൺ സർവകലാശാല, ടെക്സസ് സർവകലാശാല തുടങ്ങി 20ഓളം ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾ സമരത്തിലാണ്, പ്രതിഷേധത്തിലാണ്. പ്രതിഷേധ സമരങ്ങൾ കത്തിയെരിയുകയാണ് അവിടെ. ടെക്സസ്, കാലിഫോർണിയ, വെർജീനിയ, നോർത്ത് കരോലിന, ന്യൂ മെക്സിക്കോ ഇവിടങ്ങളിലെ ക്യാമ്പസുകളിലൊക്കെ ഇസ്രായേൽ വിരുദ്ധ സമരം അലയടിക്കുകയാണ്. വിശ്വപ്രസിദ്ധമായ ഹാർവേഡ് സർവകലാശാലയിൽ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായി. വിദ്യാർത്ഥികൾ അവിടെ US പതാക അല്ലെങ്കിൽ അവിടെ സന്ദർശനം നടത്തുന്ന പ്രമുഖ വിദേശ രാജ്യങ്ങളുടെ പതാകകളോ മാത്രം ഉയർത്തിയിരുന്ന, അതിനായി നീക്കി വെച്ചിരിക്കുന്ന ഇടത്ത് അമേരിക്കന്റെ പതാക മാറ്റി
ജോൺ ഹാവാർഡ് പ്രതിമയ്ക്ക് മുകളിൽ പാലസ്തീന്റെ പതാക ഉയർത്തി കുട്ടികളെയൊക്കെ അറസ്റ്റിലായി. വൈറ്റ് ഹൌസ് കറസ്പോണ്ടൻസ് അസോസിയേഷൻ ഡിന്നറിന്റെ വേദിയായ വാഷിംഗ്ടൺ ഹിൽട്ടൺ ഹോട്ടൽ പ്രക്ഷോഭകർ പാലസ്തീൻ പതാക ഉയർത്തി വലിയ പ്രക്ഷോഭത്തിന് സാക്ഷിയാവുകയാണ് അമേരിക്കൻ ക്യാമ്പസുകൾ. ഇപ്പോൾ വിദ്യാർത്ഥികൾ ക്യാമ്പസിൽ ടെന്റുകൾ കെട്ടി ടെന്റിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഗസയിലെ ടെന്റുകളിൽ കഴിയുന്ന മനുഷ്യർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ഈ ടെന്റുകൾ കെട്ടി താമസിക്കുന്നത്. പോലീസ് ടെന്റുകൾ പൊളിക്കുന്നുണ്ട്, കുട്ടികളെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ വീണ്ടും ഇവർ ടെന്റുകൾ ഉയർത്തുന്നുണ്ട്. അതിഭയങ്കരമായ സമരമാണ് നടക്കുന്നത്. ഇന്ത്യയിലെ JNU അടക്കമുള്ള ക്യാമ്പസുകളിലെ കുട്ടികൾ അമേരിക്കനിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പല സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഇറക്കുന്നുണ്ട്. പലസ്തീനിയന്റെ വംശഹത്യയിൽ പങ്കാളികളായ കമ്പനികൾക്ക് ഈ യൂണിവേഴ്സിറ്റികളുമായിട്ട് ബന്ധമുണ്ട്. ഈ കുട്ടികളുടെ ട്യൂഷൻ ഫീസ് എടുത്ത് ഈ കമ്പനികൾക്ക് ബിസിനസ് ചെയ്യാൻ കൊടുക്കുന്നത് നിർത്തണം. കൊളംബിയ സർവകലാശാല ഇത് അവസാനിപ്പിക്കണം എന്നതൊക്കെയാണ് കുട്ടികളുടെ ആവശ്യം. ഇസ്രായേലിന്റെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരായ പോരാട്ടങ്ങൾക്ക് മാത്രമല്ല ഈ പിന്തുണ കൊടുക്കുന്നത്, സർവകലാശാലയുടെ ചൂഷണ നയങ്ങൾക്കെതിരെ, പലസ്തീനിലെ വംശഹത്യയെ പ്രോത്സാഹിപ്പിക്കുന്ന അമേരിക്കൻ നയങ്ങൾക്കെതിരെ ഒക്കെയാണ്. US-ന്റെ ഈ വംശഹത്യക്കെതിരെ, US ഇസ്രായേലിനെ സഹായിക്കുന്നതിനെതിരെയൊക്കെയാണ് അമേരിക്കയിൽ കുട്ടികൾ സമരം ചെയ്യുന്നത്. JNUവിലെ കുട്ടികളും വിദ്യാർത്ഥി യൂണിയനും ഒക്കെ ഇതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2024 ഏപ്രിൽ 18 ന്യൂയോർക്കിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ പ്രതിഷേധ പ്രകടനം നടത്തിയ 100-ലധികം വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തതിൽ നിന്നാണ് ഈ പ്രക്ഷോഭം ക്യാമ്പസുകളിൽ ആകെ പടർന്നു പിടിച്ചത്. ഇപ്പോൾ ഉടൻ വെടിനിർത്തൽ ആവശ്യപ്പെട്ടാണ് വിദ്യാർത്ഥികൾ ആദ്യം സമരം ചെയ്തത്. ഗസയിൽ ഇസ്രായേൽ സൈന്യവുമായി ബന്ധപ്പെട്ട കമ്പനികളിലെ യൂണിവേഴ്സിറ്റി ആസ്തികൾ ഉടനെ വിറ്റഴിക്കണമെന്നും ഈ ബന്ധങ്ങളെല്ലാം അവസാനിപ്പിക്കണമെന്നും US സൈന്യം ഇസ്രായേലിന് നൽകുന്ന സഹായം അവസാനിപ്പിക്കണം, ഇസ്രായേലുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കണമെന്നാണ് പ്രതിഷേധക്കാർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. നമുക്കറിയാം 1968 നടന്ന വിയറ്റ്നാം യുദ്ധത്തിനെതിരായ തീരിഞ്ഞ പ്രതിഷേധം പോലെ, 2011 വാൾ സ്ട്രീറ്റ് സമരം പോലെ പാലസ്തീൻ അനുകൂല ഇസ്രായേൽ വിരുദ്ധ സമരവും അമേരിക്കൻ ക്യാമ്പസുകളിൽ പടർന്നു പിടിക്കുകയാണ്. ബൈഡന്റെയൊക്കെ സ്വാധീനങ്ങൾക്ക് അപ്പുറത്താണ് ഈ വിദ്യാർത്ഥികൾ. ഇവരെ ആർക്കും നിയന്ത്രിക്കാനൊന്നും പറ്റുന്നതല്ല. അതുകൊണ്ട് നമുക്കും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് നമുക്കും പിന്തുണ പ്രഖ്യാപിക്കാം. സമരം വിജയിക്കട്ടെ. അമേരിക്കയും ബൈഡനും പലസ്തീൻ കൂട്ടക്കൊലയിൽ നിന്ന് പിന്മാറട്ടെ. ഹിന്ദ് റജബ് എന്ന കുഞ്ഞു രക്തസാക്ഷിയുടെ ആത്മാവിന് നീതി ലഭിക്കട്ടെ.